ഈ ഒരു റാങ്കിലേക്ക് എത്താൻ എന്താണ് ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നത്? ഇറ്റ്സ് ഓൺലി മെയിൻ 3 things: ഹാർഡ് വർക്ക്, റിവിഷൻ, GTs. ഹാർഡ് വർക്ക് ആണ് കീ എന്നറിയാം. അപ്പൊ ആ ഒരു ഇരിക്കാനുള്ള മനസ്സിലേക്ക് എങ്ങനെ എത്തിക്കിട്ടിയത്? എനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിട്ടില്ല, ഈ കൊല്ലം എങ്ങനെയെങ്കിലും കയറണം. എനിക്ക് ഇതിന്റെ ബാക്കിൽ ഒരു കൊല്ലം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനേ കഴിയില്ല. സോ വീട്ടിലാരും പറയലും ഇല്ല, വീട്ടിൽ ഗസ്റ്റ് വരുന്നതും കുറഞ്ഞു. എനിക്ക് തോന്നുന്ന അമ്മയച്ഛന് പറഞ്ഞിട്ടുണ്ടാവും വീട്ടിലേക്ക് വരണ്ടെന്ന് പറ്റും. ആരും വന്നില്ല, അതാണ് സത്യം. നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ബിക്കോസ് കുറെ പേർക്ക് കിട്ടുന്നുണ്ട്, സോ നമുക്കും കിട്ടും. ഹായ് ആരതി, വെൽക്കം ടു ദ ഇന്റർവ്യൂ. Can you please introduce yourself? INI അല്ല, നീറ്റ് ആണ്, എവിടെയാ പഠിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഓഫ് കോഴ്സ്, ഞാൻ എന്റെ പേര് ആരതി. സോ ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ പാസ്സായത് MBBS 2025 പാസ് ഔട്ട് ആണ്. എന്റെ ഇന്റേൺഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ജൂലൈയിലായിരുന്നു. ഞാൻ ബാട്ടിയ ജോയിൻ ചെയ്തത് ഓഗസ്റ്റിലാണ്. ഐ വാസ് എ ബാട്ടിയ 360 ലൈഫ് പ്ലാൻ സബ്സ്ക്രൈബർ ആയിരുന്നു. First of all, a huge congratulations for getting this very good rank. You got a very good rank of 232 in INI-CT. Considering this, you have reached only half of your preparation. ഇനിയും 3 months നമ്മൾ നീറ്റിനേക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു ഹാഫ് പ്രിപ്പറേഷൻ ആയപ്പോൾ തന്നെ ഇത്ര അടിപൊളി റാങ്ക് വാങ്ങിയതിൽ ബിഗ് കൺഗ്രാറ്റ്സ്. വാട്ട് ഡിഡ് യു ഫീൽ ആഫ്റ്റർ ഗെറ്റിംഗ് സച്ച് എ ഗുഡ് റിസൾട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. കണ്ടപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സർപ്രൈസ്. ബിക്കോസ് ഞാൻ ഇനിഷ്യറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിട്ടില്ല. Instead was never my focus. So അതിന് prepare ചെയ്യാത്തതിന് 232 ഒക്കെ കിട്ടുമ്പോൾ it was just a great surprise for me. Is there any particular reason that you took Bhatia over other apps? ഞാനും എന്റെ ഫ്രണ്ടും ഓൾമോസ്റ്റ് എല്ലാം നോക്കിയായിരുന്നു ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഫൈനലി വി ഫൗണ്ട് ഔട്ട് ദാറ്റ് Bhatia is best. സോ അങ്ങനെ Bhatia എടുത്തു. സോ മൂവിങ് ഓൺ ടു ദ പ്രിപ്പറേഷൻ ഫേസ്, ഈ ഒരു റാങ്കിലേക്ക് എത്താൻ എന്താണ് ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നത്? I think it's only main 3 things: ഹാർഡ് വർക്ക്, റിവിഷൻ, GTs. എനിക്ക് ഈ ഇന്റർവ്യൂ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടത് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്കിങ്ങനെ ജനിക്കുമ്പോൾ തന്നെ കിട്ടിയ കഴിവല്ല. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ഇടുന്നോ അതിന്റെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അതിൽ ഈ ഒരു പ്രിപ്പറേഷൻ ഫേസ് യൂഷ്വലി ഒരു നോർമൽ ഡേ ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെ പോവാ? ഞാൻ മോർണിംഗ് ഒരു 8:30 ആകുമ്പോൾ എണീക്കും. ഒരു വിത്തിൻ 30 minutes ഫുഡൊക്കെ കഴിച്ച് പഠിക്കാനിരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ടൈം ഇങ്ങനെ വെക്കുകയില്ല, ഒരു സെഷൻ ഇത്ര ടൈം വേണമെന്നില്ല. വെൻ ഐ ഫീൽ ഓക്കെ എനിക്കിപ്പോ ടയേർഡായി, അപ്പൊ ഞാൻ ജസ്റ്റ് എണീച്ച് നടക്കും, അതങ്ങ് പാട്ട് വെക്കും. അല്ലെങ്കിൽ വീട്ടിലായതുകൊണ്ട് എനിക്ക് ആളുകൾക്ക് സംസാരിക്കുമായിരുന്നു വീട്ടിൽ തന്നെ. പിന്നെ ഞാൻ പഠിക്കാനിരിക്കും. ഞാൻ നൂണ് ഒരു 45 minutes 1 hour ബ്രേക്ക് എടുക്കും. അതുപോലെ തന്നെ ഈവനിങ് ടീ ബ്രേക്ക് 30 minutes. പിന്നെ നൈറ്റും അതുപോലെ തന്നെ 1 hour. ഇപ്പോഴും അതേ ഷെഡ്യൂൾ തന്നെയാണോ? ഇപ്പം കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുണ്ട്. ഫൈൻ. ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് തോന്നിയിട്ടുണ്ടോ? അഡ്വാൻറ്റേജസ് ഞാൻ പ്യൂർലി ഒരു ഡേ സ്കോളർ ആയിരുന്നു. MBBS ആകുമ്പോൾ ഡേ സ്കോളർ ആയിരുന്നു. ഇതുവരെയായിട്ട് ഞാൻ എവിടെ പുറത്തു പോയി നിന്ന് പഠിച്ചിട്ടില്ല. സോ എനിക്കറിയായിരുന്നു വീട്ടിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിയുന്ന എനിക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ പിന്നെ വീട്ടിലായതുകൊണ്ട് എന്റെ ഫാമിലി നല്ല സപ്പോർട്ടീവ് ആണ്. എല്ലാവരും ഫാമിലി സപ്പോർട്ടീവ് ആയിരിക്കും, ബട്ട് ഓഫ് കോഴ്സ് മൈ ഫാമിലി ഓൾസോ സപ്പോർട്ടീവ്. അപ്പം നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് വീട്ടിലാരെങ്കിലും വരിക അല്ലെങ്കിൽ വീടിന്റെ അടുത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുക, അതൊക്കെ പോകാൻ വേണ്ടി നിർബന്ധിക്കുമോ? ഞാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 1 year ആയോന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം ഞാൻ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ നെയ്ബേഴ്സിനോട് അറിയുന്നുണ്ടാവും. വീട്ടിലാരും പറയലും ഇല്ല, വീട്ടിൽ ഗസ്റ്റ് വരുന്നതും കുറഞ്ഞു. എനിക്ക് തോന്നുന്ന അമ്മയച്ഛന് പറഞ്ഞിട്ടുണ്ടാവും വീട്ടിലേക്ക് വരണ്ടെന്ന് പറ്റും. ആരും വന്നില്ല, അതാണ് സത്യം. അത്ര സപ്പോർട്ടീവ് ആയിട്ടാണ് ഫാമിലി ഉള്ളത്. അപ്പൊ അവർക്ക് ഈ ഒരു റിസൾട്ട് അവർക്കും കൂടെ ഉള്ള ഒരു റിസൾട്ട് അല്ലേ? അവരെന്താ പറഞ്ഞ റിസൾട്ട് കണ്ടപ്പോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉൾപ്പെടെ ആരും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും they were more happy than me കണ്ടപ്പോ. വാട്ട് വർ യു എക്സ്പെക്ടിങ്? റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് ആവുന്നായിരുന്നോ അല്ലെങ്കിൽ എന്തായിരുന്നു എക്സ്പെക്ടേഷൻ? ഇനിഷ്യൽ വാസ് ഞാൻ ചെയ്ത് GT കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു എക്സാം ആയിരുന്നു ഞാൻ എഴുതിയത്. ബിക്കോസ് എനിക്ക് ഫസ്റ്റ് സെഷൻ തന്നെ ഐ മിസ്ഡ് ഔട്ട് അബൌട്ട് 8 questions. എനിക്ക് ടൈം മാനേജ്മെന്റ് റെഡി ആയിട്ടുണ്ടായിട്ടില്ല. ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആയിരുന്നു അല്ലേ INI-യുടെ? അപ്പൊ ഫസ്റ്റ് സെഷൻ തന്നെ 8 questions മിസ് ഔട്ട് ചെയ്തപ്പം ഐ തോട്ട് 8 questions ഓൾറെഡി പോയി. ഒപ്പം ഐ തോട്ട് എന്താ ബാക്കി കൂടെ എഴുതാം, ഇനി കുഴപ്പമില്ല, റിസൾട്ട് ഒന്നും നോക്കണ്ട, നമുക്ക് നീറ്റിലേക്ക് ഫോക്കസ് ചെയ്യാം. റിസൾട്ട് ഞാൻ നോക്കൂലെന്ന് വിചാരിച്ചത്. ഐ തോട്ട് ഐ വിൽ നോട്ട് ചെക്ക് ദ റിസൾട്ട്. അങ്ങനത്തെ രീതിയിലാണ് ഉണ്ടായത്. ലാസ്റ്റ് INI കമ്പയർ ചെയ്യുമ്പോൾ റാങ്ക് ബെറ്റർ ആയതാണോ അതോ? ഞാൻ ഫസ്റ്റ് ഇനിസെറ്റാ കൊടുത്തത്. ദിസ് മൈ ഫസ്റ്റ് ഇനിസെറ്റ്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പം അതെന്താ കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഐ തോട്ട് ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലാന്ന് എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഇനിസെറ്റ് തന്നെ ഇത്രയും നല്ല റാങ്ക് കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എല്ലാവരും ഫാമിലിയൊക്കെ ഞെട്ടിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. ഇയാളും ഭയങ്കര ഹാപ്പി ആയിരിക്കണം ഈ റിസൾട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പ്രിപ്പറേഷൻ ഫേസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നിയൊരു കാര്യം എന്താ? എല്ലാ ഫേസിലും ഓരോരോ ഇതുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു സിറ്റ് ഫോർ ദിസ് കണ്ടിന്യൂസ് അവേഴ്സ്. ബിക്കോസ് ഹൗസ് സർജൻസി ടൈം നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുന്നില്ലല്ലോ, ഡ്യൂട്ടി ചെയ്യും, അതല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരിക്കുന്നില്ല. സോ ഇനീഷ്യലി വെൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന്
പഠിക്കുന്ന മാത്രമല്ല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചെയ്യണം, നമ്മള് റിവിഷൻ. യൂണിവേഴ്സിറ്റി എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് ദിവസം മാത്രം ലൈക്ക് കുറച്ച് ദിവസം മുന്നിലേക്ക് ആ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാ. ലൈക്ക് അങ്ങനത്തെ ഇത് അങ്ങനെയല്ല, ലൈക്ക് നമ്മൾ ഇരിക്കണം, നമ്മൾ ഇരുന്ന് തന്നെ പഠിക്കണം. ഇരിക്കാന്ന് പറഞ്ഞാൽ ഈസി അല്ല. അപ്പൊ അതങ്ങനെ 1 ഇയർ ഓൾമോസ്റ്റ് ഇരിക്കണം എന്നറിയാം, ഹാർഡ് വർക്ക് ആണ് കീ എന്നറിയാം. അപ്പൊ ആ ഒരു ഇരിക്കാനുള്ള മനസ്സിലേക്ക് എങ്ങനെ എത്തിക്കിട്ടിയത്? എനിക്ക് ലൈക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിട്ടില്ല, ഈ കൊല്ലം എങ്ങനെയെങ്കിലും കയറണം. എനിക്ക് ഇതിന്റെ ബാക്കിൽ ഒരു കൊല്ലം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനേ കഴിയില്ല. സോ എന്തായാലും കുഴപ്പമില്ല, എത്ര സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, ഈ 1 ഇയർ എങ്ങനെയെങ്കിലും എനിക്ക് കയറണമായിരുന്നു. അതായിരുന്നു ഫുൾ എപ്പോഴും ഞാൻ അത് പ്രാർത്ഥിക്കില്ല, ഈ 1 ഇയർ മാത്രം ഡ്രീം എങ്ങനെയെങ്കിലും ഇത് ബ്രാൻഡ്, കഴിഞ്ഞാൽ. ഡ്രീം ബ്രാഞ്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ധർമ്മ, എനിക്കറിയാം ധർമ്മ കിട്ടാനും നല്ല പണിയെന്ന് എനിക്കറിയാം. സോ എനിക്കറിയാം ധർമ്മക്ക് നല്ല റാങ്ക് വേണം കിട്ടാൻ. സോ അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്താലേ എനിക്ക് എന്തായാലും കിട്ടുള്ളൂ. എനിക്കും പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഒരു ഹൈ റാങ്ക് ആഗ്രഹിച്ചിട്ട് പഠിച്ചാലേ അതിനനുസരിച്ച് നീങ്ങി കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ സ്വയം ഒരു 5,000 മതി 10,000 മതി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഒന്ന് സ്ലോ ഡൗൺ ആവും തോന്നുന്നുണ്ട്. നമുക്കതല്ല, ഇന്ന് മെഡിക്കൽ കോളേജിൽ കിട്ടണം, ടോപ്പ് മെഡിക്കൽ കോളേജ്, ടോപ്പ് റാങ്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മളും അതിനനുസരിച്ച് നീങ്ങും എന്നാണ് എന്റെ അഭിപ്രായം. സെയിം ഒപ്പീനിയൻ അല്ലേ? പിന്നെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയി തോന്നിയ സബ്ജക്ട് ഏതാ? എനിക്ക് സർജറി ആയിരുന്നു. ലൈക്ക് സർജറി എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ആയിരുന്നു. ബട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പോലെയല്ല നീറ്റിന്. ലൈക്ക് ഫുള്ളി ലൈക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ലൈക്ക് ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെന്റ്. സോ ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് വിത്ത് ജയസ, ഇറ്റ് വാസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ്. സർജറി ഒരു വേറെ തന്നെ ഒരു വ്യൂ ആയിരുന്നു. സാറിന്റെ നോട്ട്സ് ആയാലും ദ വേ ഹി ടീച്ചേഴ്സ്, ദ വേ ഹി സോൾവ്സ് ദ ഡൗട്ട്, എല്ലാം വേറെ ആയിരുന്നു. Like it was entirely different. And after that, like surgery I was confident that surgery is one of my good subjects. On the other hand, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്, പഠിക്കാൻ ഏറ്റവും എളുപ്പം തോന്നിയ സബ്ജക്ട് അതേതാ? Forensic medicine. ഫോറൻസിക് മെഡിസിൻ. സാറിന്റെ ക്ലാസ്സും അടിപൊളിയാണ്. സാറിന്റെ ക്ലാസ്സും എല്ലാം നല്ലതാണ്, നോട്ട്സും അടിപൊളിയാണ്. പിന്നെ പ്രിപ്പറേഷൻ ഫേസിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം എന്ന് ചെയ്തതിൽ തോന്നിയ കാര്യം എന്താ? അതെങ്ങനെ ബെറ്റർ ചെയ്ത് കൊണ്ടുവന്നത്? ഇനീഷ്യലി ലൈക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ലൈക്ക് ഞാൻ തെറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ബുക്ക് മാർക്ക് ചെയ്യായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ലൈക്ക് അത് ഇമ്പോർട്ടന്റ് ആണോ പ്രീവിയസ് ആണോ ഒന്നും നോക്കാറുണ്ടായില്ല, എല്ലാം ബുക്ക് മാർക്ക് ചെയ്യായിരുന്നു. നോട്ടിലേക്ക് ആയോ അല്ലെങ്കിൽ ആപ്പിൽ മാത്രം ജസ്റ്റ് ബുക്ക് മാർക്ക്? ആപ്പിൽ മാത്രം ബുക്ക് മാർക്ക് ചെയ്യായിരുന്നു. സോ ലൈക്ക് ആഫ്റ്റർ 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ ലൈക്ക് 5,000 ബുക്ക് മാർക്സ് ഒക്കെ. ലൈക്ക് ഐ തോട്ട് ഞാൻ എപ്പോ ഈ 5,000 ഒക്കെ നോക്കാൻ എപ്പോ പോകുന്നത്. Then I like completely erased it. 5,000 ബുക്ക് മാർക്സ് ഞാൻ കളഞ്ഞു. അതിനുശേഷം ഫുൾ ആയിട്ട് കളഞ്ഞു. ബിക്കോസ് ഐ തോട്ട് ലൈക്ക് എന്ത് പൊട്ടത്തര ഇത് ചെയ്തത്. ബിക്കോസ് 5,000 എന്തായാലും നോക്കൂല, എനിക്ക് എന്താ അറിയാം, അതിന് കൂടുതലേ ഉള്ളൂ, അത് കുറഞ്ഞൊന്നും വരാൻ പോകുന്നില്ല. സോ അതിനുശേഷമാണ് ലൈക്ക് ഞാൻ മനസ്സിലാക്കിയത് ലൈക്ക് ഇമ്പോർട്ടന്റ് എന്തൊക്കെയാണ് ബുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു ലേണിംഗ് തോന്നുന്നു അതായിരിക്കും. കുറെ കാര്യങ്ങളുണ്ടാവും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ റെഡിയാന്ന് വിചാരിച്ചു, ഇപ്പൊ ബുക്ക് മാർക്ക് പോലെ പറഞ്ഞു. അങ്ങനെ ലേണിംഗ് ഫേസിൽ കറക്റ്റ് ചെയ്ത് വന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതായിരുന്നു ഫസ്റ്റ്. പിന്നെ ലൈക്ക് ഞാൻ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ വായിക്കുമായിരുന്നു മാരോല്. അത് ബൗൺസർ ക്വസ്റ്റ്യൻ ആണോ പ്രീവിയസ് ഇയർ ആണോ എല്ലാം വായിക്കുമായിരുന്നു. സോ ലൈക്ക് അത് കുറച്ചൊരു ഫേസ് കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ലൈക്ക് എനിക്ക് അതിന് തന്നെ കുറെ ടൈം ചെലവാകുന്നു. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ അതിനെക്കാളും കൂടുതൽ ടൈം അത് റിവ്യൂ ചെയ്യാൻ എടുക്കുന്നു. ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഉണ്ടായിരുന്നു, ചില ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല, അപ്പൊ അത് ബുക്കിലേക്ക് ആഡ് ചെയ്യാനോ എന്താ ചെയ്യേണ്ടത്, എല്ലാവർക്കും കിട്ടുന്നതാണോ, ഞാൻ മാത്രമാണെങ്കിൽ തെറ്റിക്കുന്നതിലേക്ക് അങ്ങനത്തെ ഒക്കെ ഇതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു പോയിന്റ് ഓവർകം ചെയ്ത് അതല്ല നോട്ട്സ് മതി എന്ന് തിരിച്ചറിയുന്നതാണ് ഒരു ബെറ്റർ പോയിന്റ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മളെ നോട്ട്സ് ആണ് സ്റ്റിക്ക് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും സോഴ്സ് നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നോട്ട്സ് തന്നെയാണോ പ്രൈമറി ആയിട്ട്? നോട്ട്സ് മാത്രം, ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല, പ്യൂർലി ബാട്ടിയ നോട്ട്സ് മാത്രം. തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ SPM ഒക്കെ ഭയങ്കര കുറവാണ്, അല്ലെ ഫോറൻസിക് ആയാലും എല്ലാ സബ്ജക്ട്സും അവർ തരുന്ന മതിയോ, കുറച്ചും കൂടെ എന്റെ ടെക്സ്റ്റ് ബുക്ക് തുറക്കണമെന്നൊക്കെ തോന്നും, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ലൈക്ക് അത് എനിക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ലൈക്ക് അതാ ഞാൻ ലൈക്ക് ഈ ബുക്ക് മാർക്ക് ഒക്കെ ചെയ്തതും ലൈക്ക് എല്ലാ ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ റീഡ് ചെയ്യാൻ തുടങ്ങിയതും. ബട്ട് കുറച്ചൊരു ഫേസ് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് മനസ്സിലാവും നോട്ട്സ് ഇസ് മോർ ദാൻ ഇനഫ്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാം ഉണ്ട്, പഠിച്ചതും എല്ലാം അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്ന് പിന്നെ മനസ്സിലാവും. ലൈക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം ഉണ്ട് അതിൽ. ഐഡിയലി ബിഫോർ എക്സാം, INA ആയിക്കോട്ടെ നീറ്റ് ആയിക്കോട്ടെ, നമ്മളൊരു എക്സാം എത്തുന്നതിന് മുന്നേ എത്ര ടൈം നോട്ട്സ് കാണണം എന്നാണ് ഒപ്പീനിയൻ? ഐഡിയലി 3 ആണെന്ന് എനിക്ക് തോന്നുന്നു, ബട്ട് എനിക്ക് 2 പറ്റിയിട്ടുള്ളൂ. ഒരു 10 days. നീറ്റും കൂടെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഒരു 5 to 6 റിവിഷൻസ് വേണം. നീറ്റിലേക്ക് എന്തായാലും കൂടണം. നമ്മള് ഇരുന്നിട്ട് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു 2 hours 3 hours ഒരു ടോപ്പിക്കിന് സ്പെൻഡ് ചെയ്യുന്നതാണോ അതോ റിപ്പീറ്റ് ആയിട്ട് ഒരേ ടോപ്പിക്ക് മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്യുന്നതാണോ ബെനിഫിറ്റ് ചെയ്തത്? മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്യുന്നു. ഇനീഷ്യലി ഞാൻ അങ്ങനെ ആയിരുന്നു, ഒരു ടോപ്പിക്ക് മനസ്സിലാക്കുന്ന ഒരു ടോപ്പിക്കും വെച്ചിരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കണം, ലൈക്ക് എന്തോ തിയറി എക്സാമിനേഷൻ ഒക്കെ പഠിക്കുന്ന ഇനീഷ്യലി ഉണ്ടായത്. ബട്ട് ഗ്രാജുവലി ലൈക്ക് ഐ കെയിം ടു നോ ലൈക്ക് എത്ര ടൈം ഒരു സെയിം പേജ് കാണുന്നു അത്രയും ലൈക്ക് മെമ്മറി ഉണ്ട്. നമ്മൾ മീറ്റിംഗിൽ ഒരു കോൺസെപ്റ്റിന് പിന്നാലെ പോകുന്നതിനെക്കാട്ടിലും മൾട്ടിപ്പിൾ ടൈംസ് ഒരു ടോപ്പിക് കാണുമ്പോൾ നമുക്കൊരു റിഫ്ലെക്സ് മെമ്മറി എന്നാണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തെടുത്തിട്ടാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ആൻസർ വരുന്നു എവിടെ നിന്നാന്ന് മനസ്സിലായില്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനിസെറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത്.
ലൈക്ക് എനിക്ക് ഐ വാസ് നോട്ട് അറ്റ് ഓൾ കോൺഫിഡൻറ്റ് ഞാൻ മാർക്ക് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്ന് കൂടി എനിക്ക് അറിയണ്ടായിട്ടില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് എനിക്ക് മനസ്സിലായി ലൈക്ക് എന്തോ ഒരു ലൈക്ക് നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ട് തോന്നുന്നു, ഇതാണ് ആൻസർ ലൈക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇന്ന് INI എഴുതിയ സമയത്ത് നമ്മൾ GT എഴുതുന്ന പോലൊക്കെ തന്നെയാണോ, അതായത് എക്സാം ഹാളിൽ ഇരിക്കുന്നുള്ള എക്സ്പീരിയൻസ് GT എഴുതുന്ന പോലെ തന്നെയാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് എന്തായാലും ടെൻഷൻ കൂടുതലായിരിക്കും, പക്ഷെ നമ്മൾ ഒരു അപ്രോച്ച് GT അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെയാണോ ഉണ്ടായിരുന്നത്? ലൈക്ക് ഞാൻ അതിന്റെ മുന്നിൽ കുറച്ച് അടുപ്പിച്ച് GT ചെയ്തിരുന്നു, ബട്ട് ലൈക്ക് ഞാൻ ഇൻസൈറ്റ് GT ചെയ്ത കുറവായിരുന്നു കമ്പയർ ടു നീറ്റ് GT ചെയ്യുന്നത്. പിന്നെ അവിടെ പോയി ഇരുന്ന് ലൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം ലൈക്ക് കുറച്ച് പ്രീവിയസ് ഇൻസൈറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എനിക്കത് തോന്നി കുറച്ച് ടഫ് ആണെന്നുള്ളത്. അപ്പൊ കുറച്ച് ടെൻഷനായി. എന്താ നമ്മളോട് പറഞ്ഞു തരാറ് പൊതുവെ എനിക്ക് എക്സാം ടഫാണ്, എല്ലാവർക്കും ടഫ് ആവും എന്നുള്ള ഒരു അപ്രോച്ചാ. അതൊക്കെ അവിടെ എത്തിയപ്പോ ഓർമ്മ വന്നോ അല്ലെങ്കിൽ പാനിക് ആവുകയാണോ ചെയ്തത്? സത്യം പറഞ്ഞാൽ കുറച്ച് പാനിക് ആയിരുന്നു. ലൈക്ക് അതേ പറഞ്ഞ ഫസ്റ്റ് സെഷൻ എനിക്ക് 8 ക്വസ്റ്റ്യൻ പോയപ്പോൾ തന്നെ ലൈക്ക് എനിക്ക് നല്ല പാനിക് ആയിരുന്നു. പിന്നെ ലൈക്ക് സെക്കൻഡ് സെഷനിലായിട്ട് എത്തിയപ്പോ ലൈക്ക് എനിക്ക് കുറച്ച് അറിയുന്ന നല്ല ഡയറക്ട് ക്വസ്റ്റ്യൻസ് കുറെ വന്നായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ലൈക്ക് ഐ വാസ് ലൈക്ക് ഓക്കെ, കുറച്ച് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് എനിക്ക് മാർക്ക് ചെയ്യുന്ന ഡയറക്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ ഈ പ്രിപ്പറേഷൻ ഫേസിൽ ഒരു വോളറ്റൈൽ സബ്ജക്ട്സ് ഉണ്ടാവില്ലേ, ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോന്നാണ്, ഫാർമ, മൈക്രോ, അപ്പൊ അങ്ങനത്തെ സബ്ജക്ട്സ് എങ്ങനെ ഡീൽ ചെയ്ത്? ഫാർമയായിരുന്നു എനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ടായത്. സോ ലൈക്ക് ഞാനിപ്പം ആഫ്റ്റർ മൈ ഫസ്റ്റ് റീഡ് ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ലൈക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും ആ സബ്ജക്ട്സ് ആഡ് ചെയ്ത് ചെയ്യായിരുന്നു. ലൈക്ക് ഇപ്പൊ ഒരു സബ്ജക്ട് ഞാനിപ്പം ചെയ്യുന്നത് സൈക്കാട്രി ആണെങ്കിൽ സൈക്കാട്രിന്റെ കൂടെ കുറച്ച് ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യും. ഡെയിലി പഠിക്കും എക്സ്ട്രാ അവർ ആഡ് ചെയ്യോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് ഒരു 20 ഒക്കെ ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്യും. എന്നിട്ട് അതിലൊരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റുമോ അതിനുശേഷം? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്മൾ ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് കോൺസെപ്റ്റ്സും ലൈക്ക് നമ്മൾ ശ്രദ്ധിക്കും, ലൈക്ക് നമുക്ക് എവിടെ തെറ്റിയത് വായിക്കുന്ന ടൈം റിവൈസ് ചെയ്യുമ്പോൾ ടൈം കുറഞ്ഞോ? ലൈക്ക് നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ഫാർമർ റീഡ് ചെയ്യാൻ ഒരു 6 days എടുത്തെങ്കിൽ നെക്സ്റ്റ് ടൈം അതൊരു 4-3 ഒക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റുമോ? ലൈക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ തെറ്റുള്ളത്. സോ നമ്മൾ അടുത്ത റീഡിന് ലൈക്ക് മെയിൻ ആയിട്ട് ആ ഏരിയക്ക് ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് നേരത്തെ തെറ്റിച്ചിട്ട് ഈ ടോപ്പിക്കാണ് തെറ്റിച്ചത്, സോ ഞാൻ അവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ബാക്കി ലൈക്ക് ഇതിന്റെ ടൈം കുറച്ചിട്ട് തെറ്റിയ ഭാഗത്ത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അറിയുന്ന ടോപ്പിക്സ് ക്വിക്കായിട്ട് റീഡ് ചെയ്യുക, ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണെന്ന് തോന്നുന്ന ഭാഗം മാത്രം കുറച്ചൊന്ന് സ്ലോ ആയിട്ട് റീഡ് ചെയ്യാം. മീറ്റിംഗ്സിൽ പറയുന്ന കാര്യം തന്നെയാണ്, ഫാസ്റ്റ് റീഡിംഗ് ആണ്. ആ ഒരു ഫാസ്റ്റ് റീഡിംഗ് ആവുമല്ലോ ചെയ്യുന്നുണ്ടാവുക, അപ്പൊ ഇനീഷ്യലി അതിൽ നിന്നും സ്ലോ ആയിട്ടായിരിക്കും റീഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് ഫാസ്റ്റ് റീഡിംഗിലേക്ക് എങ്ങനെ എത്തിയത്? ആ ഒരു സ്വിച്ച് എങ്ങനെയായിരുന്നു? ഇനീഷ്യലി ഞാനൊരു ഡേ ഫുൾ ആയിട്ട് ഒരു സബ്ജക്ട് നോക്കി വെക്കുമായിരുന്നു. ലൈക്ക് ഇപ്പൊ സൈക്കാട്രി ആണെങ്കിൽ 1 day ഫുൾ സൈക്കാട്രി ഒക്കെ വെക്കുമായിരുന്നു. പിന്നെ ലൈക്ക് ഞാൻ വിചാരിച്ചു ഇത്ര ടൈം വെക്കണ ഒരു സബ്ജക്റ്റിന് ലൈക്ക് അപ്പൊ ഞാൻ ഒരു ഡേയിൽ ലൈക്ക് 2 സബ്ജക്ട് ആഡ് ചെയ്യാൻ തുടങ്ങി. പഠിക്കും, നാളെയും സൈക്കാട്രി പഠിക്കും, ഹാഫ് ഡേ. 1 day ഫുൾ സൈക്കാട്രി അല്ല, 1 day ഫുൾ സൈക്കാട്രി വെക്കുവാണെങ്കിൽ അതിന്റെ കൂടെ വേറെ സബ്ജക്ട് കൂടെ ആഡ് ചെയ്തു. ലൈക്ക് ഇത്ര ടൈം പീരീഡ് എനിക്ക് സൈക്കാട്രി എന്തായാലും തീർക്കണം. സോ ഞാൻ തന്നെ ലൈക്ക് മനസ്സിലാക്കി എനിക്ക് സ്പീഡ് കൂട്ടി വായിച്ചാൽ തീരുന്നതായിരുന്നു സൈക്കാട്രി. നമ്മൾ ടൈം പീരീഡിനുള്ളിൽ തീർക്കാം, ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അതിനേക്ക് സ്പീഡായിട്ട് വായിച്ചോളും എന്നുള്ള സ്പീഡ് റീഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഫൈൻ. പിന്നെ മൊത്തത്തിൽ വേറെ എന്താണ് പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയിട്ട് തോന്നിയ കാര്യം? മാരോ, ക്വസ്റ്റ്യൻ ബാങ്ക് ആൻഡ് GTs. ലൈക്ക് എനിക്കിപ്പോ ഇൻസൈറ്റ് കൊടുക്കുമ്പോൾ തോന്നിയത് ലൈക്ക് ചില ക്വസ്റ്റ്യൻസ് മാരോ ഡയറക്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ലൈക്ക് മെന്റർഷിപ്പ്, ഭാട്ടിയ കാലിക്കറ്റിന്റെ മെന്റർഷിപ്പ് ലൈക്ക് എപ്പോഴും മന്ത്ലി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ഏത് ഫേസിലാണ് നിൽക്കുന്നത് അവർക്ക് നല്ലോണം അറിയാം. ലൈക്ക് നമുക്ക് എന്താണ് ഇനി പറഞ്ഞു തരേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇനി അപ്രോച്ച് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഒരു മന്തിലേക്ക് എന്താ ചെയ്യേണ്ടത്. ലൈക്ക് ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. ലൈക്ക് ഇപ്പൊ എസ്പെഷ്യലി ലൈക്ക് ലൈവ് ആയതുകൊണ്ട് നമുക്ക് ആ മെന്റർഷിപ്പ് കറക്റ്റ് കിട്ടൂല, ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കണക്ഷൻ കുറവായിരിക്കും. അപ്പൊ ലൈക്ക് ഇങ്ങനെ ഉള്ളപ്പോൾ ലൈക്ക് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. മന്ത്ലി നമുക്ക് ഗൈഡൻസ് ഉണ്ടാവും, പിന്നെ നമുക്ക് ഓരോ മെന്റേഴ്സിന് തന്നെ അലോട്ട് ആയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. നെക്സ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ഇന്റർവ്യൂ ചോദിക്കുന്ന കുറെ പേരൊക്കെ കുറച്ചൊരു ലോൺ മോട്ടിവേഷൻ ആയിരിക്കും. INI റാങ്ക് വന്നു, എക്സ്പെക്ടഡ് റാങ്ക് കിട്ടാത്ത കുറെ പേരുണ്ട്. അപ്പം നീറ്റ് PGയിലേക്ക് ഇനി 3 months ഉള്ളത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ ഗ്യാരണ്ടി 3 months ഇട്ടാല് അപ്പൊ എങ്ങനെ പഠിച്ചെടുക്കാം എന്നാണ് ഒരു സജഷൻ കൊടുക്കാനുള്ളത്? ലൈക്ക് എനിക്ക് ആദ്യം പറയേണ്ടത് ലൈക്ക് നമ്മൾ തന്നെ മനസ്സിൽ വിചാരിക്കണം ഇതെന്തായാലും വേണം നമുക്ക്. അപ്പൊ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് വേണ്ടത്. നമുക്ക് പഠിച്ച് തീർക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ബിക്കോസ് ലൈക്ക് കുറെ പേർക്ക് കിട്ടുന്നുണ്ട്, സോ നമുക്കും കിട്ടും. അപ്പൊ 3 months ലൈക്ക് വൈസ്ലി യൂട്ടിലൈസ് ചെയ്താൽ മതി. മാക്സിമം റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, GTസിന്റെ നമ്പർ കൂട്ടുക. ഒരു സെൽഫ് കോൺഫിഡൻസ്, സ്യൂഡോ സെൽഫ് കോൺഫിഡൻസ് എന്താ പറയാൻ എനിക്കറിയില്ല, നമ്മൾ തന്നെ ബിൽഡ് ചെയ്യണം. ലൈക്ക് നമ്മൾ കുറെ ലൈക്ക് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാണും, കുറെ ആൾക്കാർ എടുക്കുന്ന ലൈക്ക് നമ്മൾ കുറെ മോട്ടിവേഷൻ വാങ്ങും. ബട്ട് അതൊക്കെ കുറച്ച് ഡേയ്സ് ഉണ്ടാവും. ബട്ട് അൾട്ടിമേറ്റ്ലി ലൈക്ക് നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അതേ നമുക്ക് ലൈക്ക് ഫൈനൽ വരെ എന്തായാലും ഉണ്ടാവുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? എയിംസ് ജോയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നീറ്റിലേക്ക് വേണ്ടിയിട്ട് പഠിത്തം കണ്ടിന്യൂ ചെയ്യാനാണോ പ്ലാൻ? ലൈക്ക് ഞാൻ ഡെർമറ്റോളജി എനിക്ക് വേണ്ടത്. സോ ലൈക്ക് ഞാൻ കുറച്ച് കോളേജസ് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഞാൻ കൊടുക്കാൻ പ്ലാൻ ഉള്ളത്. ബട്ട് ഐ കണ്ടിന്യൂ ലൈക്ക് നീറ്റ് PG കൂടെ പ്രിപ്പറേഷൻ കൂടെ കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് കൗൺസിലിംഗ് കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങുന്നത്.
സോ അതൊരു വെറുതെ. ഓൾ ദ ബെസ്റ്റ്. എന്താണോ ബെസ്റ്റ് അത് കിട്ടട്ടെ. അങ്ങനെ എയിംസിൽ ഡെർമിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ. അതല്ല നീറ്റിന് ഒരു വെരി ഗുഡ് റാങ്ക് കിട്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് തിരിച്ചൊരു ഇന്റർവ്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇനി എന്തെങ്കിലും ആഡ് താങ്ക് ചെയ്യാനുണ്ടോ? യു. ഫാമിലി ഫ്രണ്ട്സ് ആരോടെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക്കലി ആഡ് ചെയ്യാനുണ്ടോ? ഓഫ് കോഴ്സ് മൈ ഫാമിലി എനിക്ക് എന്തായാലും മെൻഷൻ ചെയ്യണം, ബിക്കോസ് ദേ വർ ട്രൂലി സപ്പോർട്ടീവ്. ലൈക്ക് ഞാനിപ്പോൾ ജി ടി എഴുതാൻ പോകുമ്പോൾ ഞാൻ പറയും ലൈക്ക് ഞാൻ ജി ടി എഴുതാൻ പോകുന്ന എന്നെ വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാ പോവാം. സോ ലൈക്ക് ദേ വിൽ ബി മെന്റലി പ്രിപ്പയർഡ്. ഒന്നിക്ക് ഞാൻ ഫുൾ കരഞ്ഞിട്ടായിരിക്കും വരിക ജി ടി എന്റെ മോശമായെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഐ വിൽ ബി ഹാപ്പി എനിക്ക് നല്ല മാർക്ക് കിട്ടിയതുള്ളത്. സോ ലൈക്ക് അവരും ലൈക്ക് എനിക്ക് തോന്നുന്നത് അവരും എന്നെ കൊടുത്തിട്ടില്ല രണ്ടാമത്തെ അതേപോലെ അവരും അനുഭവം. അവർ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി നമ്മ ലൈക്ക് എനിക്ക് ലൈക്ക് ചില ജി ടി ലൈക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ലൈക്ക് മാർക്ക് കുറയും. ഒരു പ്ലാറ്റിൽ നിൽക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ആ പ്ലാറ്റ് കൂടെയുള്ളൂ നമ്മൾ വിചാരിക്കും, ബട്ട് അത് തെറ്റാണ്. ചിലപ്പോൾ നമ്മൾ ലൈക്ക് വിചാരിക്കാതിരിക്കുന്ന മാർക്ക് കുറയും. സോ അപ്പൊ ലൈക്ക് ഭയങ്കര ഡിമോട്ടിവേഷൻ ആയിരിക്കും, ലൈക്ക് എന്താ ഇത്ര പെട്ടെന്ന് മാർക്ക് കുറഞ്ഞത്, ലൈക്ക് ഇത്രയും നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നതല്ലേ. സോ നമുക്കൊരു സെൽഫ് ഡൗട്ട് ഒക്കെ വരും, പഠിക്കുന്നത് ശരിയാണോ. ആ ഒരു ഫേസ് എങ്ങനെ ഓവർകം ചെയ്യില്ല? എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. നല്ല സ്കോർ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത ജി ടിയിൽ കുറയും. അപ്പൊ അതെങ്ങനെ എന്നാലും ഡിമോട്ടിവേറ്റഡ് ആവും, ചെറിയൊരു വിഷമം ഉണ്ടാവും. പിന്നെ അതെങ്ങനെ ഓവർകം ചെയ്യില്ല എങ്ങനെയാ? ആ ഡേയിലേക്ക് ഞാൻ ഫുൾ ജി ടി മോശം കരയായിരുന്നു. അപ്പം ഒരു കരഞ്ഞൊക്കെ കഴിഞ്ഞ് 2 hours ഒക്കെ ഒന്ന് കഴിഞ്ഞ് ലൈക്ക് ഞാൻ നോക്കും ലൈക്ക് എന്തുകൊണ്ടാ മിസ്റ്റേക്സ് വന്നതെന്ന് ഞാൻ നോക്കും. ഞാൻ ജി ടി ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യും, ലൈക്ക് എന്റെ എന്തും സില്ലി മിസ്റ്റേക്സ് കൊണ്ടാണോ, അല്ലെങ്കിൽ ലൈക്ക് ഞാൻ എന്തെങ്കിലും ലൈക്ക് അതിങ്ങനെ ഭയങ്കര തീരെ ബൗൺസർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഞാൻ ഗസ് ചെയ്ത് തെറ്റിയതാണോ അങ്ങനെയൊക്കെ ഞാൻ നോക്കും. എന്നിട്ട് ലൈക്ക് ഞാൻ തന്നെ വിചാരിക്കും ഓക്കെ കുഴപ്പമില്ല, ഒരു ജി ടി അല്ലേ, നമുക്ക് ഒന്നുകൂടെ അടുത്ത ജി ടി നോക്കാം, ഇതിനെക്കാട്ടും മാർക്ക് കിട്ടും. ലൈക്ക് എനിക്ക് സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് ഏറ്റവും മെയിൻ. So thank you for your valuable time. All the best for your future. Whatever you decide, let that be the best for you. Thank you so much. താങ്ക് യു.